ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ്. അതായത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ്. അപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അത്രയും സിമ്പിളായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കണേ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കണം കേട്ടോ. ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ നൈറ്റി ബിറ്റ് ആണ് എടുത്തിരിക്കണേ. അപ്പോൾ നമ്മൾ ഇത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ് വാങ്ങണേ. അപ്പോൾ നമുക്കിത് ഒരു നൈറ്റി ബിറ്റിൽ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇപ്പോൾ ഒരുപാട് പേര് നൈറ്റിയിൽ നിന്നൊക്കെ മാറി ഇതുപോലെ ഡെയിലി യൂസിന് ഫ്രോക്ക് മോഡൽ നൈറ്റീസൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യണേ. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് ഫുൾ ലെങ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എനിക്കിവിടെ വേണ്ട ഫുൾ ലെങ്ത്ത് 44 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ ഞാൻ അടിഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ചിലാണ് ഞാൻ ഫ്രിൽസ് കൊടുക്കണേ. 8 ഇഞ്ച് ഫ്രില്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു 44 നിന്ന് 8 ഇഞ്ച് മൈനസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 36 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഷോൾഡർ മുതൽ നേരെ അടിയിലേക്ക് 36 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതിൽ മുകൾ ഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് വേണം. അതുപോലെ തന്നെ ഫ്രില്ല് ജോയിൻ ചെയ്യാനായിട്ടും നമുക്കൊരു 1/2 ഇഞ്ച് വേണ്ടേ. അപ്പോൾ ടോട്ടല് 1/2 1. അപ്പോൾ ടോട്ടല് 37 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ മുതൽ നേരെ അടിയിലേക്ക് നമ്മൾ എടുക്കണേ. അതുപോലെ തന്നെ ഫ്രില്ലിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് പറയാം. ഫ്രില്ല് ഞാൻ പറഞ്ഞു 8 ഇഞ്ചിലാണ് നമുക്ക് വേണ്ട ഫ്രില്ല്. അപ്പോൾ ആ ഒരു 8 ഇഞ്ച് ഫ്രില്ലിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് പോവും. മുകൾ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോവും. അതുപോലെ തന്നെ അടിഭാഗം മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച്. 1 ഇഞ്ചിൽ അടിഭാഗം മടക്കി അടിച്ച് കഴിയുമ്പോൾ അതും പോവും. അപ്പോൾ ടോട്ടൽ 8ൻ്റെ കൂടെ 1/2 ഇഞ്ച്, അതായത് 9.5 ഇഞ്ചാണ് നമ്മൾ അടിയിലേക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കണേ. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ള മെഷർമെൻ്റാണ് 9.5 ഇഞ്ചും ഷോൾഡർ മുതൽ നേരെ അടിയിലേക്കുള്ള 37 ഇഞ്ചും. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ആദ്യമേ തന്നെ നൈറ്റി ബിറ്റ് വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കിയിടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നൈറ്റി ബിറ്റിനെ വീതിക്ക് ഇതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ വരുന്ന ഭാഗം ഇവിടെയാണ്. അതുപോലെ തന്നെ മടക്ക് വശം വരുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ കിടക്കണേ. ആദ്യമേ തന്നെ നമുക്ക് ഫ്രില്ലിൻ്റെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കാൽക്കുലേഷൻ പാർട്ടിൽ നമ്മൾ 9.5 ഇഞ്ചാണ് ഫ്രില്ലിനായിട്ട് എടുത്തിരിക്കണേ. അപ്പോൾ 9.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. വീണ്ടും 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. 3ഉം 9.5 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിരിക്കണേ. അപ്പോൾ ഈ ഒരു 3 പാർട്ടാണ് നമ്മൾ ഫ്രില്ലിനായിട്ട് കട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് 3ഉം അങ്ങ് കട്ട് ചെയ്ത് ആദ്യമേ തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രില്ലിനായിട്ട് നമ്മൾ 3 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 3 പീസ് നമ്മൾ ഫ്രില്ലിനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബോഡി പാർട്ട് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രില്ലിൻ്റെ പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബോഡി പോർഷനാണ് കട്ട് ചെയ്യാൻ പോണേ. അതിനായിട്ട് എങ്ങനെയാണ് തുണി മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നൈറ്റി ബിറ്റിനെ വീതിക്കൊന്ന് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ പാർട്ട് വരുന്നത് ഈ ഒരു സൈഡിലാണ്. അതിനെ വീതിക്കൊന്ന് ഹാഫായിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നീളത്തിന് ഒന്നും കൂടി ഒന്ന് ഹാഫായിട്ട് മടക്കിയിടാം കേട്ടോ. അപ്പോൾ നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ മടക്ക് വശം 2 പീസായിട്ട് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് കേട്ടോ വരണേ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ മടക്കിയിട്ടതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലയെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ മുകൾ വശം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ മുകൾ ഭാഗത്ത് വരണേ. തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിൽ ഫ്രില്ല് മാറ്റിയിട്ടുള്ള ഷോൾഡർ മുതൽ അടിവശം വരെയുള്ള ലെങ്ത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് 37 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അടിയിലെ ടേപ്പ് വെച്ചിട്ട് നേരെ മുകളിലേക്ക്
37 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്ത് നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 6.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് 6.5 ഇഞ്ച് ഷോൾഡറിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ 6.5 മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോളും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെയും 6.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറും ആം ഹോളും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്യണം അവിടെ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 37 ചെസ്റ്റിൻ്റെ ആണ് കേട്ടോ എടുത്തിരിക്കണേ. അപ്പോൾ 37ൻ്റെ 4/1 37 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 9.25 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 9.25 ഇഞ്ച് നമുക്കിവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ 9.25 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണേ. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് മാർക്ക് ചെയ്തിട്ട് അതിനെയും ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് ഞാനൊരു 18 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ 18 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 ലൈനും ഞാൻ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഞാൻ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4/1 വരേണ്ട 8ആണ്. ആ ഒരു 8 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 40 ആണ്. അതിൻ്റെ 4/1 വരുമ്പോൾ 10 ഇഞ്ച്. ആ ഒരു 10 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെവിടെയാണ് 10 ഇഞ്ച് വരെ ഞാൻ മാർക്ക് ചെയ്തു. അവിടെയും തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെസ്റ്റ്, വേസ്റ്റ്, സ്ലിറ്റ് ഓപ്പൺ 3 മെഷർമെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ വീതി ഞാനിവിടെ 3.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ അതേ 3.5 ഇഞ്ച് ഇവിടെയാണ് വരണേ. ഞാനതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് 1/2 ഇഞ്ചിൽ ഞാൻ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത് നമുക്കൊന്ന് ചെരിച്ച് വരയ്ക്കാം. ഇനി ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ട് എത്ര വരണ്ടെന്നൊന്ന് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് 6 ഇഞ്ചാണ് വരണേ. അതിൻ്റെ പകുതി കണ്ടിട്ട് ഞാൻ 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതങ്ങ് കർവ് ചെയ്ത് ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. അങ്ങനെ ആം ഹോൾ കർവും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് ഇതങ്ങ് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ ചെരിച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അടിഭാഗത്തായിട്ട് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അടിഭാഗത്തായിട്ട് ഞാൻ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്കതങ്ങ് ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ അടി വെച്ച് നമ്മൾ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് മെഷർമെൻ്റ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വരച്ചേക്കട തന്നെ നമ്മൾ ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കിയുള്ള തുണി ആവശ്യമുണ്ട് കേട്ടോ, കളയരുത്. അപ്പോൾ അതേ ബോഡി പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യണേക്ക് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു ബാക്ക് പോർഷൻ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് മടക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ കൈക്കുഴി ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിലെ കൈക്കുഴി ഞാൻ ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു, ഇത് കളയാം. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 5.5 ഇഞ്ച് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ വീതി 3 ഇഞ്ചും നെക്ക് ഇറക്കം 5.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. വി പോലെയല്ല, ഒന്ന് കർവ് ചെയ്തിട്ട് വി ആണ് വരയ്ക്കാൻ പോണേ. അപ്പോൾ ഇതേ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് ഇതാണ് കേട്ടോ കൊടുത്തിരിക്കണേ. ഇനി ഇതങ്ങ് കർവ് ചെയ്തങ്ങ് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബാക്ക് നെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട് പോർഷനെ മാർക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചു. ഇപ്പോൾ ഉള്ളത് ബാക്ക് പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വീതി നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി, അതങ്ങ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നെക്ക് ഇറക്കം വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ബാക്ക് നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കണേ. അപ്പോൾ ബാക്ക് നെക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷനും നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വന്ന തുണിയിൽ നിന്ന് ഞാൻ ഇതുപോലെ 2 പീസ് തുണി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ചു. ഇനി ഇതിനെ ഒരു മടക്കും കൂടി മടക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്ലീവിനായിട്ട് ഞാൻ തുണി ഇതുപോലെയാണ് മടക്കി ഇടണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഈ 2 സൈഡും ഓപ്പൺ ആണ് കംപ്ലീറ്റ്, അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അടിവശം ഞാൻ മടക്കി അടിക്കുന്നില്ല കേട്ടോ. തേര് പോർഷൻ ആയതുകൊണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല. ഇനി നേരെ അടിയിലേക്ക് ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 8 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതേ 3 ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടെയാണ് 3 ഇഞ്ച് വരണേ. ഇനി ഞാൻ ഈ ഒരു സ്ലീവിനെ ഒരു ജസ്റ്റ് നമ്മുടെ ആ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ സ്ലീവിൻ്റെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അടിയിലേക്ക് തയ്യെത്തുമ്പോൾ 1.5 ഇഞ്ച് തന്നെ ഉണ്ട് കേട്ടോ. അതെ 1.5 ഇഞ്ച് കറക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ട്രെയിറ്റ് അടിയിലേക്ക് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം ഞാനൊരു 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ അവിടെയും തയ്യെത്തുമ്പോൾ 1.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഈ 2 തയ്യെത്തുമ്പോഴും ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. ഈ പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഡൗട്ടില്ല എന്ന് വിചാരിക്കണം. സാധാരണ സ്ലീവ് കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്നെടുത്ത് കുഴിച്ച് കട്ട് ചെയ്യാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്നെടുത്ത് കുഴിച്ച് കട്ട് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുത്തു. അപ്പോൾ 2ൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പോർഷനിലെ സ്ലീവ് നമ്മൾ ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിലേക്ക് വെക്കാനുള്ള പീസ് കട്ട് ചെയ്യാം.
അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിന് മാച്ചിങ് ആയിട്ടൊരു വൈറ്റ് മെറ്റീരിയൽ ഉണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ചിലപ്പോൾ കളർ ഇളകി കഴിഞ്ഞാൽ ആ വൈറ്റിലേക്ക് കയറി പിടിക്കും. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള തുണി, നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി തന്നെയാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആ ഒരു പാറ്റേൺ മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഇതിന് മാച്ചിങ് ആയിട്ട് ഇതേ പാറ്റേൺ വരുന്ന വേറെ കളർ ചേഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അത് ഇതുപോലെ ഫുൾ ലെങ്ത് വരുന്ന തുണി ഞാൻ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി. ഇനി നമുക്കിതിനെ ഒരു മടക്കും കൂടി മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. പിന്നെ ഈ രണ്ട് സൈഡും ഓപ്പൺ ആണ്. ഇവിടെ ഒരു മടക്ക് വരുന്ന ഭാഗം വരുന്നുണ്ട്. ബാക്കി 2 പീസ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു തുണി മടക്കി ഇട്ടിരിക്കണേ. ഈ ഒരു കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗത്ത് ഞാൻ ഒരു 1/2 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ചിൽ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി അടുത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലൈനിലേക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്തു. മുകൾ ഭാഗത്ത് ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ദേ കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ പാറ്റേൺ മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ബോഡി പാർട്ട് മാറ്റി വെച്ചു. ഇത് എക്സ്ട്രാ ഉള്ള തുണിയാണ് കേട്ടോ. ബാക്കി വരുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി കുറച്ച് മിഡിലായിട്ട് ഞാനൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 പോയിൻറ്റും കൂടി കൂട്ടി 3.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് എൻഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു 3.25 1 പോയിൻറ്റും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. കുറച്ച് താഴെയായിട്ട് ഞാനൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെയും കുറച്ച് താഴെയായിട്ട് 3.25 1 പോയിൻറ്റും മാർക്ക് ചെയ്തു. ഈ ഒരു നെക്ക് അവസാനിച്ചതിൻ്റെ നേരെ അടിയിലേക്ക് 3.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ജോയിൻ ചെയ്ത് അങ്ങ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അങ്ങനെ നമ്മളത് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വരച്ചു കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് ഈ ഒരു അടിവശത്തുനിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു അടിവശത്തുനിന്ന് ഇങ്ങോട്ട് ഞാനൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി ദേ ഈ ഒരു പോയിൻറ്റും നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇത് ഇതുപോലെ കണക്ട് ചെയ്ത് ഞാൻ വരച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിനി ഇവിടെയും കൂടി തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം കേട്ടോ. 1/2 ഇഞ്ചിൽ ഇവിടെയും ഒന്ന് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അപ്പോൾ അത് എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 പീസാണ് കേട്ടോ വരണേ. ഇതുപോലെ 4 പീസ് നമുക്ക് കിട്ടും. 2 പീസ് ഒരു സൈഡിലേക്കും മറ്റേ 2 പീസ് അപ്പുറത്തെ സൈഡിലേക്കും, അങ്ങനെയാണ് കേട്ടോ വരണേ. അപ്പോൾ നെക്കിലേക്ക് വെക്കുമ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ നമ്മൾ വെച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ എടുക്കണ മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ടുള്ള തുണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൺട്രാസ്റ്റ് കളറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ എടുത്ത് കാണിക്കുകയും ചെയ്യും.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദേ കട്ടിങ് ഇവിടെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.